AVG വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൻ്റെ ഹൈറേഞ്ച് മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു ഭൗമ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. അത് ഓരോ വർഷവും കേരളത്തിൻ്റെ ഹൈറേഞ്ച് മേഖലകളിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലകളിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ തീരപ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഒരു വിധത്തിലും ബാധിക്കാത്ത കേരളത്തിൻ്റെ ഒരു ഭൂപ്രദേശം. ഹൈറേഞ്ച് മേഖലയുടെ താഴ്വാരങ്ങളിലും നമുക്ക് ഭൂകമ്പങ്ങൾ ഈ ഉരുൾപൊട്ടൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, അതിനുള്ള പ്രതിവിധി എന്താണ് എന്നിങ്ങനെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പരമ്പരകളിലായിട്ട് ഇത് ഡിസ്കസ് ചെയ്യേണ്ടി വരും. നമുക്കറിയാം, ഭൂപ്രതലത്തിൻ്റെ ചെരിവ് ഒരു 30 ഡിഗ്രിയിൽ കൂടുതലുള്ള കിഴക്കാൻ തൂക്കായ പ്രദേശങ്ങളാണ് ഉരുൾപൊട്ടൽ സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് മഴയുടെ അളവ്. തുടർച്ചയായി ഒരു 30 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ പെയ്താൽ ഉരുൾപൊട്ടൽ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മഴക്കാലത്ത് ഹൈറേഞ്ച് മേഖലയിലെ ജനങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. ഉരുൾപൊട്ടാനുള്ള സാധ്യത പലയിടത്തുമുണ്ട്. എന്താണ് ഉരുൾ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, മേൽമണ്ണ് കൂടുതൽ കട്ടിയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ജലാംശം ഈ മണ്ണിലേക്ക് കിനിഞ്ഞിറങ്ങി ഒരു വലിയ ജലസമ്പത്ത് തന്നെ ഒരു പ്രദേശത്ത് രൂപപ്പെടാം. അത് അടിത്തട്ടിലുള്ള പാറകളുമായിട്ടുള്ള അതിൻ്റെ അട്രാക്ഷൻ വിട്ടുപോകുന്ന ഒരു സാധ്യത, അതായത് വാട്ടറിൻ്റെ പ്രഷറ്, ഐസൊലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് തമ്മിലുള്ള ഒരു ഇംബാലൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ വളരെ സമയമായി സംഘടിക്കപ്പെട്ടിട്ടുള്ള ജലാംശം മുഴുവൻ വളരെ പെട്ടെന്ന് താഴേക്ക് ബഹിർഗമിക്കുന്നതാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ആ പോകുന്ന വഴിയിൽ ഉള്ള മേൽമണ്ണിനകത്തുള്ള കല്ലും പാറയും എല്ലാം ഒരുപക്ഷെ ഇതിനോടൊപ്പം പോയെന്ന് വരാം. നമുക്ക് ഉരുൾപൊട്ടൽ തന്നെ പല വിധത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ മണ്ണാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമ്മളതിനെ മഡ് ഫ്ലോ എന്ന് പറയും. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കല്ലും മണ്ണും എല്ലാം വരും. അപ്പം ഒരു ചെരുവുകളിലാണ് ഇത് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ചെരുവുകളിൽ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അപായ ഭീഷണിയാണ് ഈ ഉരുൾപൊട്ടലുകൾ. നമുക്കറിയാം, ചെരുവുകളിൽ വീട് വെച്ച് താമസിക്കുന്ന ജനങ്ങൾ, അതുപോലെ വ്യാപകമായ കൃഷിനാശം സംഭവിക്കുന്ന ഒരു ഫിനോമിനയാണിത്. കൃഷി എല്ലാ ഏരിയകളിലും ഉണ്ട്. നമുക്ക് ഹൈറേഞ്ച് മേഖലയിൽ കൃഷിയില്ലാതെ തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ വളരെ കുറവാണ്. ആൾക്കാർ താമസം കുറവാണെങ്കിൽ പോലും ഒരുപക്ഷെ ഈ ടൗണിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ കൃഷിയിടങ്ങളുണ്ട്. അവിടുത്തെ കൃഷിയിടങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലം തകർന്ന് തരിപ്പണമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞ ഫിനോമിന ഓരോ വർഷവും മഴക്കാലത്ത് നമുക്ക് ഹൈറേഞ്ച് മേഖലയിൽ ഉണ്ടാവാറുണ്ട്. അത് ഒരു പക്ഷേ ഈ വലിയ ഒരു ജലസ്രോതസ് തുറന്നു വിടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളപ്പൊക്കമാണ്. അപ്പോൾ അത് മിഡിൽ ഏരിയയിലാണ്, ഹൈറേഞ്ചിലല്ല, മിഡിൽ ഏരിയയിലുള്ള പുഴകളിൽ വലിയ വെള്ളപ്പൊക്കത്തിനും അത് കാരണമാകും. അതൊരു പക്ഷേ അങ്ങ് താഴെ വരെയും കടൽ തീരത്ത് വരെയും ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടായെന്ന് വരാം. അപ്പോൾ പുഴയുടെ തീരങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുന്നു. പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ ശാസ്ത്രീയമായ ഒരു വിശകലനമാണ് ഞാൻ അടുത്ത എപ്പിസോഡുകളിലൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ആ ഒരു മലയുടെ മുകളിൽ നിന്ന് ഫോം ചെയ്യുന്ന ഈ വലിയ ജലസമ്പത്തും ജലസ്രോതസ്സും അതിനോടനുബന്ധിച്ചുള്ള മെറ്റീരിയൽ, കല്ലും മണ്ണും എല്ലാം ഒലിച്ച് താഴേക്ക് കിലോമീറ്ററുകൾ തന്നെ ചിലപ്പോൾ സഞ്ചരിച്ചെന്ന് വരാം. ആ പോകുന്ന വഴിയിലുള്ള സകല കാര്യങ്ങളും, കൃഷിസ്ഥലങ്ങളും കെട്ടിടങ്ങളും എല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത് പോകുന്നത്. അതിനിപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, മഴ തുടർച്ചയായി പെയ്യുന്ന സമയത്ത് മലഞ്ചെരുവുകളിൽ താമസിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും അവരെ മാറ്റി പാർപ്പിച്ചേ പറ്റൂ. പക്ഷേ എന്താണ് പ്രായോഗികമായി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴ പെയ്തു എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ വീട് വിട്ട് പുറത്തു പോകാൻ തയ്യാറല്ല. ഗവൺമെൻറ് വാണിങ്ങോ എന്ത് വിഷയം വന്നാലും അവരതിന് തയ്യാറല്ല. അവർ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കഴിയും. അങ്ങനെയാണ് അപകടങ്ങൾ കൂടുതലും. വേണ്ട മുൻകരുതൽ നടപടികൾ എടുക്കാനുള്ള താല്പര്യം ജനങ്ങൾ കാട്ടാറില്ലെന്നുള്ളതാണ്. ബലമായി അവരെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നതിനകത്തും ഉണ്ട് കുറേയേറെ പ്രശ്നങ്ങൾ. അങ്ങനെ ഒഴിഞ്ഞ് അവർ പോയാൽ തിരിച്ചു വരുമ്പോൾ അവരുടെ സാധനങ്ങളും ഒക്കെ സേഫായിട്ട് അവിടെ ഇരിക്കുമെന്ന് ഉറപ്പില്ല. ഇങ്ങനെ പല വിഷയങ്ങളുണ്ട് അതിനകത്ത്. ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിന് അവരെ
ഷെൽട്ടറുകളിലേക്ക് മാറ്റാം. അതിനുശേഷം തിരിച്ചു കൊണ്ടുവരാം. ഇതിപ്പോൾ സാധാരണ ജനങ്ങൾ മലഞ്ചെരുവിൽ താമസിക്കുന്ന ജനങ്ങൾ ഉരുൾപൊട്ടലിനെ ഭയപ്പെട്ട് എല്ലാ വർഷവും ഇങ്ങനെ മഴക്കാലത്ത് കഴിയേണ്ടിയില്ല. അതിനൊക്കെ പല മാർഗ്ഗങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചില മാർഗ്ഗങ്ങളുണ്ട്. പൈപ്പിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. നമ്മൾ വീടിനോട് ചേർന്ന് വലിയ ചെരുവിലാണ് താമസിക്കുന്നതെങ്കിൽ ആ ചെരുവിലേക്ക് 20 ഡിഗ്രി ചെരുവിൽ നമ്മൾ പൈപ്പ് അടിച്ച് കയറ്റി വിട്ടാൽ ഈ പൈപ്പിൽ കൂടെ ടാപ്പ് തുറന്ന മാതിരി ജലം പോകും. അപ്പോൾ ഉൾവശത്ത് ഭൂമിയുടെ ഉൾഭാഗത്ത് കളക്ട് ചെയ്തിട്ടുള്ള വലിയ ജലസ്രോതസ് ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് പോകുമ്പോൾ ഉരുൾപൊട്ടൽ സാധ്യത വളരെ വളരെ കുറഞ്ഞു വരും. ഇത് സാധാരണക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ തന്നെ പല പ്രദേശങ്ങളിലെ ജനങ്ങളുടെ അടുത്തും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷേ പലരും ഇത് കേട്ടാലും ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. വളരെ സിമ്പിളാണ്, വലിയ ചിലവില്ല. ഒരു കൂടോ അല്ലെങ്കിൽ വലിയ ഇതുകൊണ്ട് പൈപ്പ് അടിച്ചു. അപ്പോൾ അടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ പാറ മുട്ടും. ഉടനെ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് അടിക്കണം. അല്ലെങ്കിൽ അവിടെ എത്ര പോയോ അത്രയും മതി എന്ന് വെക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 10-20 പൈപ്പുകൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും നമുക്ക് വെക്കാൻ പറ്റിയെങ്കിൽ പൈപ്പിംഗ് മെത്തേഡിലൂടെ ജലം പുറത്തേക്ക് കളയാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതല്ലാതെ വേറെ പല കാര്യങ്ങളുണ്ട്, പല പ്രിക്കോഷൻസ് നമുക്കെടുക്കാം. അതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ വരുന്ന അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം.